ഇന്റർ കോളേജിയറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ബ്രോഷർ പ്രകാശനവും സ്പോർട്സ് ലേഖകരെ ആദരിക്കലും സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. CICS കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന്റെയും PKC ICS ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെയും നേതൃത്വത്തിൽ ഇന്റർ കോളേജിയറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ബ്രോഷർ പ്രകാശനവും പാരീസ് ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്ത സ്പോർട്സ് ലേഖകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. പാരീസ് ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി സീനിയർ സബ് എഡിറ്റർ K സുരേഷിനെയും ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂരിനെയുമാണ് ആദരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിനായിട്ട് ചെലവാക്കിയത് അല്ലെങ്കിൽ അവരുടെ പരിശീലനം മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെലവാക്കിയത് 480 കോടിയോളം രൂപയാണ്. ഈ 480 കോടി ചെലവാക്കിയിട്ടും നമുക്കൊരു സ്വർണ്ണം കിട്ടിയില്ല. അതാണ് നിരാശ എന്ന് പറയുന്നത്. കാരണം കൊച്ചു കൊച്ചു രാജ്യങ്ങൾ പോലും സ്വർണം നേടുന്നുണ്ട്. കെനിയ, എത്യോപ്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, കൊച്ചു രാജ്യങ്ങളാണ്, പട്ടിണി രാജ്യങ്ങളാണ്. അവരെ കണ്ടാൽ തന്നെ നമുക്കൊരു സഹതാപമാണ് തോന്നുക, അവിടുത്തെ കായിക താരങ്ങളെയൊക്കെ കണ്ടാൽ. പക്ഷെ അവർ മത്സരക്കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത പ്രകടനമാണ്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ ബ്രോഷർ പ്രകാശനവും ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ കുട്ടിയാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഡോക്ടർ V റോയ് ജോൺ, K സുരേഷ്, കമാൽ വരദൂർ, ഓർഗനൈസിംഗ് കൺവീനർ പ്രൊഫസർ M മുഹമ്മദ് ബഷീർ, സക്കറിയ ഹൈഡേക്കർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.